Dear students, 10th ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 5th എക്സസൈസിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. അന്ന് ചെയ്തതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. 5th question, prove that the squares of all the terms of the sequence 4, 7, 10, etc. belongs to the same sequence, arithmetic sequence. അതായത് 4, 7, 10 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന ഒരു സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ അതേ ശ്രേണിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് എന്ന് പറയുമ്പോൾ എല്ലാ ടേംസും എഴുതി നോക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് എല്ലാ ടേംസിനെയും എല്ലാ പദങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് ബീജഗണിത രൂപം അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ nth ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപം നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തുന്നു, ഓൾജിബ്രൈക് ഫോം. സോ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇവിടെ 7 മൈനസ് 4 3, അപ്പോൾ d എന്ന് പറഞ്ഞാൽ 3 ആണ്. 3n പ്ലസ് f 4 മൈനസ് 3, അതായത് 3n പ്ലസ് 1 എന്ന് കിട്ടും. ഇതാണ് ഓൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ nth ടേം എന്നൊക്കെ പറയാം. ഇത് ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗം, ഇതിൻ്റെ സ്ക്വയർ കാണാം. ആ സ്ക്വയർ ഈ ശ്രേണിയിലെ പദമാണ്, ഈ സീക്വൻസിലെ ടേമാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ സ്ക്വയേഴ്സ് ഈ സീക്വൻസിലുണ്ട്, ശ്രേണിയിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ഈ 3n പ്ലസ് 1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും പ്രത്യേകത 3ൻ്റെ ഗുണിതത്തോട് 1 കൂട്ടിയതാണ്. ഓക്കെ, 3 പ്ലസ് 1, 3 ഇൻറ്റു 2 6 പ്ലസ് 1, 3 ഇൻറ്റു 3 9 പ്ലസ് 1. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 3 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര ആയിരിക്കും? ശിഷ്ടം 1 ആയിരിക്കും. അതാണ് ഇതിലെല്ലാം പ്രത്യേകത. ഇപ്പോൾ 4നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 3 3, ശിഷ്ടം 1. 7നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 3 6, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 3 9, ശിഷ്ടം റിമൈൻഡർ 1. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേ പ്രത്യേകത തന്നെ ഇതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ, വർഗ്ഗം കാണുമ്പോൾ ഉണ്ടോ എന്ന് നോക്കുക. 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം കാണുന്നു. അപ്പോൾ 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1, 3n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ 3n ഹോൾ സ്ക്വയർ മീൻസ് 3ൻ്റെ സ്ക്വയറും n-ൻ്റെ സ്ക്വയറും. 3ൻ്റെ സ്ക്വയർ 9, വർഗ്ഗം 9, n-ൻ്റെ സ്ക്വയർ n സ്ക്വയർ. 2 ഇൻറ്റു 3 6 ഇൻറ്റു 1 6n പ്ലസ് 1 സ്ക്വയർ ഈസ് 1. ഇങ്ങനെ കിട്ടും. ഇത് രണ്ടും 3ൻ്റെ ഗുണിതങ്ങളാണ്, കാരണം 6ഉം 9ഉം ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ 3 എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് 3 കോമൺ ഫാക്ടർ അല്ലെങ്കിൽ പൊതു ഘടകമായി എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് 3n സ്ക്വയർ എന്ന് വരും. ഇവിടെ 2n എന്ന് വരും. 3 ഇൻറ്റു 3 9n സ്ക്വയർ, 3 ഇൻറ്റു 2 6n പ്ലസ് 1. ഈ ബ്രാക്കറ്റിലുള്ളതിനെ 3 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് അതിനോട് 1 കൂട്ടുന്നു. അതായത് ഈ ശ്രേണിയിൽ എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ കണ്ടാൽ ആ വർഗ്ഗങ്ങളുടെ സ്ക്വയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? 3ൻ്റെ ഗുണിതത്തോട് 1 കൂട്ടിയതാണ്, 3ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണ്. മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ശ്രേണിയിലെ സീക്വൻസിലെ എല്ലാ പദങ്ങളെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹരിച്ചു കഴിഞ്ഞാൽ അവിടെയും റിമൈൻഡർ എത്ര തന്നെ ആയിരിക്കും? ശിഷ്ടം 1 തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 7ൻ്റെ സ്ക്വയർ 49. ഓക്കെ, 10ൻ്റെ സ്ക്വയർ 100. ഇനി 16നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 3s 15, റിമൈൻഡർ 1, ശിഷ്ടം ഏത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി 49നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. 1 3 19 6 18, വീണ്ടും ശിഷ്ടം എത്ര കിട്ടുന്നു? 6 കിട്ടും. ശിഷ്ടം 1 കിട്ടുന്നു. ഇനി 100നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 ഡിവൈഡ് ബൈ 3 3 9 1 10 3 9 1 കിട്ടി. അപ്പോൾ റിമൈൻഡർ എന്തായി? 1 ആയി. ഓക്കെ, അതായത് ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങളെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 തന്നെ ആയിരിക്കും.
അതുകൊണ്ട് നമുക്ക് പറയാം ഈ ശ്രേണിയിൽ എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതായത് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബിലോങ്സ് ടു ദിസ് സീക്വൻസ് എന്ന് നമുക്ക് പറയാം. 6th question, prove that the arithmetic sequence 5, 8, 11 etc. contains no perfect squares. ഓക്കെ, 5, 8, 11 etc. എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ ഒരു പൂർണ്ണവർഗ്ഗങ്ങളും ഇല്ല എന്ന് തെളിയിക്കുക. എന്താണ് പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. 1ൻ്റെ വർഗ്ഗം 1, 2ൻ്റെ വർഗ്ഗം 4, 3ൻ്റെ വർഗ്ഗം 9. ഓക്കെ, അപ്പോൾ ഈ 1, 4, 9 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ തെളിയിക്കണം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും പൂർണ്ണവർഗ്ഗങ്ങൾ ഒന്നും എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനെയും പരിഗണിക്കണം. എല്ലാത്തിനെയും പരിഗണിക്കണമെങ്കിൽ എന്താണ് മാർഗം? ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രൈക്ക് ഫോം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രൈക്ക് ഫോം നമ്മൾ കാണുന്നു. xn is equal to dn plus f minus d, that is 8 minus 5 3. അപ്പോൾ 3n plus f5 5 minus 3, that is 3n 5 minus 3 is equal to 2. അപ്പോൾ 3n minus 2 എന്നുള്ളതാണ് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം ഓൾജിബ്രൈക്ക് ഫോം. അപ്പോൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആയിരിക്കും. അതായത് when divided by 3 the remainder will be 2. ഓക്കെ, ഇനി പൂർണ്ണവർഗ്ഗങ്ങളെല്ലാം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും വർഗ്ഗങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ when divided by 3 എന്ന് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എണ്ണൽ സംഖ്യകളെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ എന്താണ് ശിഷ്ടം വരിക എന്ന് നോക്കാം. ഓക്കെ, ഏതൊരു നമ്പർ കൊണ്ടാണോ നമ്മൾ മറ്റൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഹരിക്കുന്നത്, ആ നമ്പറിനനുസരിച്ചിരിക്കും റിമൈൻഡേഴ്സ്, ശിഷ്ടങ്ങൾ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി വരുന്ന സംഖ്യകൾ 0, 1, 2 ആയിരിക്കും. 4 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ ശിഷ്ടമായി വരുന്ന റിമൈൻഡേഴ്സ് ആയിട്ട് വരുന്നത് 0, 1, 2, 3 ആയിരിക്കും. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ ശിഷ്ടം ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകളെ നമുക്ക് എങ്ങനെ എഴുതാം? 3n എന്ന് എഴുതാം. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് എണ്ണൽ സംഖ്യകൾ. അതായത് എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. 3n പ്ലസ് 0 വരുന്നതുകൊണ്ട് 0 നമ്മൾ ഒഴിവാക്കി 3n മാത്രം എഴുതി. ഇനി 3 കൊണ്ട് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 3n പ്ലസ് 1. അടുത്തത് 3 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. അപ്പോൾ 3n പ്ലസ് 2. അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കുറച്ച് എണ്ണൽ സംഖ്യകൾ എഴുതാം. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ എഴുതിയാൽ 1 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇവിടെ 0 ആകട്ടെ, ഇവിടെ 0. അപ്പോൾ റിമൈൻഡർ എത്രയായി? 1 ആയി. ഇനി 2നെ നമ്മൾ ഹരിച്ചാൽ 3 കൊണ്ട് ഇവിടെ 0 കിട്ടും, ഇവിടെയും 0. അപ്പോൾ ശിഷ്ടം 2. 3നെ ഹരിച്ചാൽ എത്ര കിട്ടുക? 3. അപ്പോൾ ഇവിടെ 1, 3, ശിഷ്ടം 0 വന്നു. ഇനി നമ്മൾ 5നെ ഹരിക്കുന്നു. 5 ഹരിക്കണം 3, ഇവിടെ 1, 3, ശിഷ്ടം 2. 6നെ 3 കൊണ്ട് ഹരിക്കുന്നു. 2, 3, 6, ശിഷ്ടം 0. 7നെ 3 കൊണ്ട് ഹരിക്കുന്നു. 2, 3, 6, ശിഷ്ടം 1. അപ്പോൾ ഇവിടെ വരുന്ന റിമൈൻഡേഴ്സിൻ്റെ പ്രത്യേകത, ശിഷ്ടങ്ങളുടെ പ്രത്യേകത എന്താ? 0, 1, 2. ഓക്കെ, 0, 1, 2. അപ്പോൾ 3 കൊണ്ട് എണ്ണൽ സംഖ്യകളെ ഹരിച്ചാൽ ശിഷ്ടം ഏതൊക്കെ കിട്ടുള്ളൂ? 0, 1, 2 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ ആണ് നമ്മൾ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കിട്ടും, അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ കിട്ടും. അപ്പോൾ 3n² എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ 9, n-ൻ്റെ സ്ക്വയർ n². ഓക്കെ, ഇവിടെ 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ, അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. 3n ഹോൾ സ്ക്വയർ 9n². 2 into 3n into 1, that is 6n. 1 square 1. 3n plus 2 whole square. അപ്പോൾ 3n whole square അതായത് 9n² plus 2 into 3n 6n into 2 12n. 12n plus 2 square. 2 square is 4.
ഇനി ഇതിനെല്ലാം നമുക്ക് മാറ്റി എഴുതാം. ഇപ്പോൾ 9n² 3 ഉള്ളതുകൊണ്ട് 3 × 3n² എന്ന് എഴുതാം. അപ്പോൾ 9n² എന്താണ്? 3ൻ്റെ മൾട്ടിപ്പിളാണ്, അല്ല 3ൻ്റെ ഗുണിതമാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 0 എഴുതാം. +0 എന്ന് എഴുതിയാലും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ +0 എന്ന് എഴുതുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകും. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് ഈ 2 ടേംസിൽ പദങ്ങളിൽ 3ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് 3 നമുക്ക് പൊതു ഘടകമായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 3n² + 2n + 1 എന്ന് വരും. ഇത് നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തതാണ്. ഇവിടെ 9, 12, 4. ഈ 4നെ നമുക്ക് 3 + 1 എന്ന് എഴുതാം. 3 + 1. അപ്പോൾ ഇതെന്തായി മാറും? 9n² + 6n + 3 + 1 എന്നായി മാറും. ആദ്യത്തെ 3 ടേംസിൽ പദങ്ങളിൽ നമുക്ക് 9, 6, 3 കാണാം. എല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 3നെ നമുക്ക് പൊതു ഘടകമായി കോമൺ ഫാക്ടറായിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 3 × 3n² + 2n + 1. പിന്നെ ഈ +1 കൂടെ ഉണ്ടാവും. +1. ഈ ബ്രാക്കറ്റിലുള്ളതിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0. ഇവിടുന്ന് മനസ്സിലാവുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 1. ഇവിടെ നമുക്ക് കിട്ടുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 1. അപ്പോൾ ഈ 3 വർഗ്ഗങ്ങളെ, അതായത് ഇത് 3ഉം കൂടി കൂടിയാൽ എന്തായി? എല്ലാ എണ്ണൽ സംഖ്യകളുടെയും വർഗ്ഗങ്ങളായി. ഈ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും വർഗ്ഗങ്ങൾ കാണുമ്പോൾ ആ വർഗ്ഗങ്ങളെയെല്ലാം നമ്മൾ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്ന സിസ്റ്റങ്ങൾ 0, 1, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? 2 കിട്ടുന്നില്ല. അപ്പോൾ ഈ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 2 കിട്ടും. പൂർണ്ണവർഗ്ഗങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണ്? അതിനൊക്കെ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 2 കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഓൾ ദീസ് ആർ സ്ക്വയേഴ്സ് ഓഫ് natural numbers, therefore these are perfect squares and all these are perfect squares. Here we can see that when divided by 3 remainder is 0, when divided by 3 remainder is 1, when divided by 3 remainder is 1. So when perfect squares are divided by 3, remainder is always 1 or 0, not 2. Therefore this sequence contains no perfect squares. Seventh question, write the whole numbers of the sequence 11/8, 14/8, 17/8, etc. Do they form an arithmetic sequence? അതായത് 11/8, 14/8, 17/8, etc. എന്നുള്ള ശ്രേണിയിലെ പൂർണ്ണസംഖ്യക പദങ്ങൾ എഴുതുക. ഇതൊക്കെ ഭിന്നസംഖ്യകളാണ്. പൂർണ്ണസംഖ്യകളിൽ ഛേദം 1ആയ സംഖ്യകൾക്കാണെന്ന് പറയാം പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകളുടെ ശ്രേണി എഴുതുക. ആ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. ഹോൾ നമ്പേഴ്സ് മീൻസ് ദ നമ്പേഴ്സ് വിത്ത് ഡിനോമിനേറ്റർ 1. ഓക്കെ, ഇപ്പോൾ 1, 3, 7, 8 ഇതൊക്കെ എന്താണ്? ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ ഈ സീക്വൻസിലുള്ള ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തുക. ആ ഹോൾ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക. ആ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതുക. ആൾജിബ്രൈക്ക് ഫോം എഴുതുക. അപ്പോൾ xn = dn + f - d, that's equal to 14/8 - 11/8 is equal to 3/8. അതാണ് കോമൺ ഡിഫറൻസ്. 3/8n plus f is 11/8 minus d എന്ന് പറഞ്ഞാൽ 3/8. ഓക്കെ, 14/8 നിന്ന് 11/8 കുറയ്ക്കാം. 14/8 കുറയ്ക്കണം. 11/8 ഛേദങ്ങൾ തുല്യമാണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് 14 - 11 = 3 എന്ന് കിട്ടും. എന്നിട്ട് ഈ ഡിനോമിനേറ്റർ ഛേദം എഴുതുക 3/8. അതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, പൊതുവ്യത്യാസം. ഇനി ഈ 2 പദങ്ങൾക്കും ടേംസിനും ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് 11 - 3 8 എന്ന് കിട്ടും. 8/8 = 1. അപ്പോൾ ഇത് 3/8n + 1 എന്നായി മാറും. ഓക്കെ,
11/8 കുറയ്ക്കണം 3/8 സമം 11 - 3/8. 11 3 കുറച്ചാൽ 8, 8/8 ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ 3/8n+1 എന്ന് കിട്ടി. ഇതൊരു ഹോൾ നമ്പറാണ്. ഇനി ഇതും കൂടെ ഹോൾ നമ്പറായി മാറിക്കഴിഞ്ഞാൽ, രണ്ട് ഹോൾ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ, പൂർണ്ണസംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണസംഖ്യയായി മാറണമെങ്കിൽ, ഹോൾ നമ്പറായി മാറണമെങ്കിൽ ഇവിടുന്ന് 8 പോകണം. 8 പോകണമെങ്കിൽ ഈ n-ൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? 8-ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 8-ൻ്റെ ഗുണിതങ്ങൾ വരണം. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 8-ൻ്റെ മൾട്ടിപ്പിൾസ് ഗുണിതങ്ങൾ കൊടുക്കുക. അപ്പോൾ n സമം 8, 16, 24, 32 എക്സെട്ര കൊടുത്താൽ ഇതെന്തായി മാറും? ഹോൾ നമ്പറായി മാറും. അപ്പോൾ ഈ ഓരോന്നും n-ന് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഹോൾ നമ്പർ, ഓരോ പൂർണ്ണ സംഖ്യകൾ കിട്ടും. ആ പൂർണ്ണ സംഖ്യകളുടെ ശ്രേണി ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ 3/8n+1 ഓക്കെ ഈക്വൽ ടു, ഇവിടെ 8 കൊടുത്താൽ എന്താവും? 3/8 × 8 + 1. അപ്പോൾ 8ഉം 8ഉം കട്ട് ചെയ്തു, 1 ആയി. 1 × 3 + 1 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി 3/8 × 16 കൊടുക്കുക +1. അപ്പോൾ ഇത് 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 2 × 3 6, 6 + 1 7 ആയി. 3/8 × 24 കൊടുക്കുക +1 is equal to 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 3 × 3 9 +1 10 എന്ന് കിട്ടി. അപ്പോൾ അടുത്തത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് 32. ഓക്കെ, പിന്നെ 40. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4, 7, 10 നെക്സ്റ്റ് നമ്പർ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? പൂർണ്ണ സംഖ്യകൾ. അപ്പോൾ ഏതൊക്കെയാണ് പൂർണ്ണസംഖ്യകൾ? 4, 7, 10 എക്സെട്ര ഇതെല്ലാമാണ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. 4, 7, 10 എക്സെട്ര. അപ്പോൾ ഈ ശ്രേണി കണ്ടാൽ, സീക്വൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം 4 + 3 7, 7 + 3 10 എക്സെട്ര. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? d = 3 ആയതിനാൽ, പൊതുവ്യത്യാസം 3 ആയതിനാൽ പൂർണ്ണസംഖ്യകളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണ്. We can write d = 3. Therefore, the sequence of whole numbers is an arithmetic sequence. Dear students, 5th exerciseലെ മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇതോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 6th exerciseലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Thank you for watching Abu Maths class. See you next day.